ജോബ് സ്റ്റോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ssc.nic.in എന്ന പഴയ വെബ്സൈറ്റ് മാറ്റി പുതിയ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലാണ് ഇനി മുതൽ ആപ്ലിക്കേഷൻസ് കൊടുക്കേണ്ടത്. ssc.nic.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിലും പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിലും ssc.government.in എന്ന പുതിയ വെബ്സൈറ്റിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പുതിയ വെബ്സൈറ്റിൽ എങ്ങനെ വൺ ടൈമായി രജിസ്റ്റർ ചെയ്യാം എന്നുള്ള വീഡിയോ ആണിത്. കൂടുതൽ വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ssc.gov.in എന്ന് നിങ്ങളുടെ ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. വെബ്സൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. തുടർന്ന് വരുന്ന പേജിൽ രജിസ്റ്റർ നൗ എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ കാണുന്നതിൽ നിങ്ങളുടെ പേര്, മറ്റ് ഡീറ്റെയിൽസ് എന്നിവ കൊടുത്ത് ആധാർ നമ്പർ, ജെൻഡർ, 10th റോൾ നമ്പർ എന്നിവ തെറ്റാതെ കൊടുക്കുക. തുടർന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുത്ത് അതിൽ OTP വരും. അത് കൊടുത്ത് വാലിഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് സേവ് കൊടുക്കുക. അപ്പോൾ സക്സസ് എന്ന് എഴുതി വരുന്നതാണ്. അതിൽ OK കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വന്നിട്ടുണ്ടാവും. അതിവിടെ കൊടുത്ത് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പഴയ പാസ്വേഡ്, നിങ്ങൾ കൊടുക്കാൻ വിചാരിക്കുന്ന പുതിയ പാസ്വേഡ് എന്നിവ നൽകി സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ അഡ്രസ്സ്, കാറ്റഗറി എന്നിവ കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ഐ എഗ്രി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഡിക്ലയർ കൊടുക്കുക. ഇങ്ങനെയാണ് SSC വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വൺ ടൈം രജിസ്റ്റർ ചെയ്തു തരണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക. അതിൽ മെസ്സേജ് ചെയ്താൽ റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.